നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ CPM ഒരു കാരണവശാലും കോൺഗ്രസിനെ പിന്തുണക്കാൻ അല്ലെങ്കിൽ പിണക്കി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരികയാണ് പ്രകാശ് കാരാട്ടും സംഘവും. അതായത് പ്രകാശ് കാരാട്ടിനെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് യെച്ചൂരി വിഭാഗം സഖ്യമാകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ സഖ്യത്തിന് തയ്യാറല്ല എന്നും ആ സഖ്യം നമ്മൾക്ക് ദോഷം ചെയ്യുമെന്നുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന പ്രകാശ് കാരാട്ട് ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ടുള്ള അല്ലെങ്കിൽ ബൂർഷരുമായിട്ടുള്ള സഖ്യത്തിന് തയ്യാറാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അതിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കങ്ങളിൽ എവിടെയോ സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇതുവരെ കോൺഗ്രസുമായി സഖ്യത്തിന് തയ്യാറല്ല എന്ന സൂചന നൽകിയ പ്രകാശ് കാരാട്ട് പോലും മഹാരാഷ്ട്രയിലും ബംഗാളിലും കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് തയ്യാറാകാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ബംഗാളിലും കോൺഗ്രസിനെ പിന്തുണക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നുള്ളത്. ചില സാന്ദർഭോചിക സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു നിലപാടുമായിട്ടാണ് പ്രകാശ് കാരാട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത് ദേശീയ മാധ്യമങ്ങളാണ്. എന്നാൽ നേരത്തെ യെച്ചൂരി പക്ഷം കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് വരികയായിരുന്നു പ്രകാശ് കാരാട്ട് വിഭാഗം. അവസാനം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഈ മാസം അവസാനം കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം വിശദീകരണങ്ങൾ ലഭ്യമാകുക. എന്നാൽ പോലും പ്രകാശ് കാരാട്ടിന് ഒരു മനസ്സലിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പുതിയ തീരുമാനങ്ങളിൽ ചില നീക്കുപോക്കുകൾക്ക് സ്വാധീനം കൊടുക്കാൻ CPMനാവും എന്നുള്ള ഒരു സൂചനകൾ ലഭ്യമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രകാശ് കാരാട്ട് ഈ ഒരു സഖ്യ അല്ലെങ്കിൽ പിന്തുണക്കൽ തീരുമാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എടുത്തു പറഞ്ഞാൽ ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും പിന്തുണക്കും എന്നുള്ള സൂചനകൾ വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.